കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോരുത്തർ അല്ലേ? വേറെ വേറെ സ്ഥലങ്ങളിൽ നിന്നും ഒരൊറ്റൊരു സ്വപ്നമായി നിങ്ങൾ ഇവിടെ എത്തി. We're going to get straight to the task. ശ്യാമിന് നല്ല പൊട്ടൻഷ്യൽ ഞങ്ങൾ കണ്ടിരുന്നു, ഞങ്ങൾ എല്ലാവരും. പക്ഷെ സംവേർ ആ പൊട്ടൻഷ്യലിന്റെ കൂടെ തന്നെ എന്തോ ശ്യാമിനെ അതുപോലെ തന്നെ പുറകിലേക്കും വലിക്കുന്നുണ്ട്. അപ്പം വി ആർ കൺഫ്യൂസ്ഡ് അറ്റ് ദിസ് പോയിന്റ്. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വി വോണ്ട് പുട്ട് യു ഓൺ ഹോൾഡ്. ഓക്കെ, വി ആർ നോട്ട് ഷുവർ. ഞങ്ങൾ ചിന്തിക്കാൻ പോവാണ്. സോ യാ, ബെസ്റ്റ് ഓഫ് ലക്ക്. അഖിലേട്ടാ, ഈ കൂട്ടത്തിൽ ആരെങ്കിലും സേവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇത് രണ്ട് എൻ്റെ ആഗ്രഹത്തെ ബേസ് ചെയ്തിട്ടല്ലല്ലോ, അവരുടെ പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. ഇതുവരെയുള്ള പെർഫോമൻസും ഇതുവരെയുള്ള ഇവരുടെ ഒരു ടോട്ടാലിറ്റിയൊക്കെ വിലയിരുത്തുമ്പോൾ ഈ നിൽക്കുന്നതിൽ അനഘ, യു ആർ എലിമിനേറ്റ്. എന്തെങ്കിലും നമുക്ക് പറയാനുണ്ടോ? ദിസ് ഈസ് യുവർ ലാസ്റ്റ്. യു ആർ ഗുഡ്? ഐ എം നോട്ട്. ഓക്കെ, സോ ടെൽ us what you feel. ഒരു ബിഗ് ബോസിൽ കയറണം എന്ന് പറഞ്ഞൊരു ആഗ്രഹം കൊണ്ടാണല്ലോ അനക്ക വന്നത്. ആ ഓപ്പർച്യൂണിറ്റി ആണ് ഇപ്പം ഈ ഒരു കോമ്പറ്റീഷന്റെ ഭാഗമായിട്ട് ഈ എപ്പിസോഡിൽ നിഷേധിക്കപ്പെടുന്നത്. ആ ഒരു ഫീലിംഗ് അറിയാൻ ഞങ്ങൾക്കൊരു താല്പര്യം. ഇന്നലെ രാഷ്ട്ര പറഞ്ഞ പോലെ എന്നേക്കാൾ എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ എന്നെ താഴെ ഡിസേർവിംഗ് ആയിട്ടുള്ള ആൾക്കാർ ഈ ഒരു ടീമിനകത്തുണ്ട്. ആൻഡ് ഇഫ് ദേ ആർ Can you tell us who? ആരാണ് അനഘയെക്കാളും ഇവിടുന്ന് പോവാൻ ഡിസേർവിംഗ് ഉള്ള ടീമിൽ? ഇതൊരു പേഴ്സണൽ ഗ്രഡ്ജ് അല്ല, ഇതൊരു ഈഗോ അല്ല. സോനാലക്സ്. Why? ഇറ്റ്സ് ബിക്കോസ് ആളുടെ പേഴ്സണാലിറ്റി, ആള് മറ്റുള്ളവരെ ബിഹേവ് ചെയ്യുന്ന രീതി, മറ്റുള്ള ആൾക്കാരെ ട്രീറ്റ് ചെയ്യുന്ന രീതികൾ, അത് എനിക്ക് കുറച്ച് ഒഫെൻസീവ് ആണ്. താങ്ക് യു സോ മച്ച് ഗൈസ് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. അടിപൊളിയാക്കുക. Thank you. ഞാനിപ്പോ ഷിബിന പറഞ്ഞത് ഞാനിപ്പോ തലയിൽ കയറുന്നു. കാരണം ഞാൻ അവിടെ നിന്ന് പറയാം, ഞാൻ പോടാ, എനിക്ക് തോന്നുന്നു ഞാൻ പോകുന്നു. യെസ്, ബിക്കോസ് അപ്പൊ ഷിബിന പറഞ്ഞു യൂണിവേഴ്സ് അത് കേൾക്കുന്നുണ്ട്, നീ അത് പറയരുത് എന്നുള്ളത്. പക്ഷെ യൂണിവേഴ്സ് ഞാൻ എന്താണോ പറഞ്ഞത് അത് മാത്രമേ കേട്ടുള്ളൂ. താങ്ക് യു സോ മച്ച് മോളെ. ഓൾ ദി ബെസ്റ്റ്. ഗുഡ് ലക്ക് വിത്ത് എവറിതിങ് അനക. ബോസിൽ വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് മനസാന്നിധ്യമാണ്. കോൺഫിഡൻസ് ഉണ്ടാവണം. ശ്യാമിന് അങ്ങനെ തോന്നുന്നുണ്ടായിരുന്നു താൻ അങ്ങനെ പെർഫോം ചെയ്തു എന്നൊക്കെ ഉള്ളത്? നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ ഇവർ രണ്ടുപേരും അവിടെ നിൽക്കുന്നതെന്ന്? ഒരാൾ ഇന്നാവും, ഒരാൾ ഔട്ട് ആവും. രണ്ടുപേരും ഒരുപക്ഷെ അവസാനം വരെ എത്തുമെന്ന് വിചാരിച്ച രണ്ടുപേരാണ് അല്ലേ? അപ്പൊ ശ്യാമിന്റെ പെർഫോമൻസിൽ സത്യസന്ധമായി പറഞ്ഞാൽ ഞങ്ങൾ ആരും അത്ര തൃപ്തരാണ്. ശ്യാം, യുവർ സേവ്. ഇപ്പോഴും ശ്യാമിന്റെ ഉള്ളിൽ എന്തോ ഒരു സ്പിരിറ്റ് നമ്മൾ എല്ലാവരും കാണുന്നുണ്ട്. വരുന്ന ദിവസങ്ങൾ വി ആർ റിയലി ലുക്കിംഗ് ഫോർവേഡ് ടു സീ യുവർ പേഴ്സണാലിറ്റി. അത് നമുക്ക് കാണണം, ഇല്ലെങ്കിൽ യു വിൽ ഗോ ഹോം. ശ്യാം, ഓക്കെ, കൺഗ്രാറ്റ്സ്. സീറ്റിൽ പോയിരിക്കാം. കൺഗ്രാറ്റ്സ് ശ്യാം. പൂജ, ഐ തിങ്ക് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു. ബിഗ് ബോസ് അഗ്നി പരീക്ഷയുടെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളോട് വിട പറയുന്ന മത്സരാർത്ഥിയാണ് പൂജ. അഗ്രഷൻ ഇസ് നൈസ് ഇഫ് ഇറ്റ് ഇസ് വെൽ പ്ലേസ്ഡ്. അതിനൊരു മീറ്റർ ഉണ്ട് ആ സാധനത്തിന്. ആ മീറ്ററിന് അപ്പുറത്തേക്ക് ക്രോസ് ചെയ്താൽ അത് അഗ്രഷൻ അല്ല, ഇറ്റ് ബിക്കംസ് വയലൻസ്. ഇത്രയും അഗ്രഷനുള്ള ഒരാൾക്ക് കറക്റ്റ് ആയിട്ട് അയാളുടെ പേഴ്സണാലിറ്റി പ്ലേസ് ചെയ്യാൻ പറ്റാത്തത് പൂജയുടെ ഒരു പരാജയമായിരുന്നു ഇൻ ദിസ് പ്ലാറ്റ്ഫോം. ഇതെല്ലാവർക്കും ഒരു വാർണിംഗ് ആയിക്കോട്ടെ. ബിക്കോസ് ഞങ്ങൾക്ക് പൂജ എന്ന് പറഞ്ഞൊരു കണ്ടസ്റ്റന്റ് എടുത്ത് ടാറ്റാ ബൈ ബൈ പറയാമെങ്കിൽ ഞങ്ങൾക്ക് ആരെടുത്തും അത് പറയാൻ പറ്റും. താങ്ക് യു സോ മച്ച് പൂജ. വുഡ് യു ലൈക്ക് ടു സേ സംതിങ്? എന്തെങ്കിലും പറയാനുണ്ടോ പൂജയ്ക്ക്? സോ വൺസ് അഗൈൻ എനിക്ക് മൈജിയിലൂടെയാണ് ഞാൻ കയറി വന്നത് ബിഗ് ബോസിലേക്ക്. താങ്ക് യു മൈജി. ഈ ഒരു ലാസ്റ്റ് സെക്കൻഡിൽ നിൽക്കുമ്പോൾ ഐ പേഴ്സണലി ഫെൽറ്റ് ലൈക്ക് ശ്യാം സേവ് ആവണം. ബിക്കോസ് ഹി വാസ് ദ ഓൺലി ഫ്രണ്ട്, ലൈക്ക് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. ലൈക്ക് ഞാൻ എന്തുണ്ടെങ്കിലും അവനോടായിരുന്നു ഷെയർ ചെയ്ത്. അപ്പോൾ ഒരു പോയിന്റിൽ ഞാൻ പെട്ടെന്ന് എനിക്ക് കണ്ണ് നിറഞ്ഞു പോയത് അവൻ പോരുതെന്നുള്ള രീതിയിലായിരുന്നു. ഈവൻ ഞാൻ എലിമിനേറ്റ് ആയാലും ഐ എം ഹാപ്പി ഫോർ ഹിം. ഇനിയൊരു അവസരം വരികയാണെങ്കിൽ ആവട്ടെ. ഓൾ ദ ബെസ്റ്റ്. പ്ലേ വെൽ. It was so sweet of you to say that. See, I wish ഈ സൈഡൊക്കെ ഐ വിഷ് ഞങ്ങൾക്ക് കാണാൻ പറ്റി. ഞാൻ കണ്ടില്ല. I mean, it happens, but I'm just saying വരും. ആ സമയത്ത് തീർച്ചയായിട്ടും പൂജ നല്ലൊരു അഭിനേത്രിയായി മാറട്ടെ. We wish you the best മോളെ. ഏതായാലും പൂജ, all the very best. Pooja, good luck with everything.